ഈ സോവനീർ പ്രബോധന രംഗത്തെ പുതിയ സംരംഭം. ആദർശ പഠന രംഗത്ത് പുത്തൻ രീതിശാസ്ത്രം. പ്രഭാഷണങ്ങൾ, അഭിമുഖങ്ങൾ, ചർച്ചകൾ. പ്രാമാണികം, ആധികാരികം. പഠനവും വിനോദവും. ഈ സോവനീർ. SYS മലപ്പുറം ജില്ലാ സമ്മേളനോപഹാരം. പ്രസാധനം SYS ജില്ലാ കമ്മിറ്റി, മലപ്പുറം, വാദിസലാം. സ്നേഹഗീതം പാടിയേ സ്നേഹസാഗര വീതിയേ മാനവ മലർവാടിയേ മോഹനപ്പൂ ചൂടിയേ സ്നേഹഗീതം പാടിയേ സ്നേഹസാഗര വീതിയേ മാനവ മലർവാടിയേ മോഹനപ്പൂ ചൂടിയേ താരസമായി വമിക്കുന്നേ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വനശ്ഹദു അന്ന സയ്യിദനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ക്ലാസ് എല്ലാ കുടുംബങ്ങൾക്കും ഉപകാരപ്പെടുന്ന ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. സന്തുഷ്ടമായ കുടുംബജീവിതം നയിച്ച് സന്തോഷത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിച്ച് കുടുംബസമേതം സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാൻ ഈ സംരംഭം അള്ളാഹു കാരണമാക്കി തരുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ കുടുംബജീവിതം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഇസ്ലാമിന്റെ ഏതാനും ചില പെരുമാറ്റച്ചട്ടങ്ങളാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഭൂമി എന്ന് പറയുന്നത് നിരവധി പ്രതിഭാസങ്ങളുടെ കലവറയാണ്. അതിൽപ്പെട്ട ഒന്ന് ഭൂലോകത്തുള്ള എല്ലാം കുടുംബത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളായ ആണും പെണ്ണുമായാണ്, സ്ത്രീയും പുരുഷനുമായാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അത് മനുഷ്യരിൽ മാത്രമല്ല, ഇതര ജീവജാലങ്ങളിലും അചേതന വസ്തുക്കളിലും സസ്യലതാദികളിലുമെല്ലാം ഈ പ്രത്യേക ഘടകത്തെ സ്രഷ്ടാവ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സൂറത്ത് യാസീനിൽ ഈ വിഷയം അല്ലാഹു പറഞ്ഞു: സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ മിമ്മാ തുൻബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. അല്ലാഹു വളരെയധികം സ്തുതിക്ക് അർഹനാണ്. അതിന്റെ പല കാരണങ്ങളിൽ ഒന്ന് അല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ, അവനാണ് എല്ലാ ഇണകളെയും സൃഷ്ടിച്ചിട്ടുള്ളത്. മിമ്മാ തുൻബിതുൽ അർള്, ഭൂമി മുളപ്പിക്കുന്ന സസ്യങ്ങൾ മുതൽ
വമിൻ അൻഫുസിഹിം, ആ മനുഷ്യരിലും, വമിമ്മാ ലാ യഅലമൂൻ, മനുഷ്യരറിയാത്ത എല്ലാ വസ്തുക്കളിലും ഈ ഘടകങ്ങളുണ്ട്, ഇണയും തുണയുമുണ്ട്, ആണും പെണ്ണുമുണ്ട്. നാം ചിന്തിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണകളായി, കുടുംബമായി നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്? ഭൂവാസികളെയും അചേതന വസ്തുക്കളെയും മനുഷ്യേതര ജീവികളെയും ഒക്കെ എന്തിനു വേണ്ടി അല്ലാഹു ആണും പെണ്ണുമായി, ഇണയും തുണയുമായി പഠിച്ചു? ഇത് മനുഷ്യരിൽ നമുക്ക് അനുഭവവേദ്യമാണ്. മൃഗങ്ങളിൽ നമുക്ക് ആണിനെയും പെണ്ണിനെയും വേർതിരിച്ചറിയാൻ കഴിയും. പക്ഷികളിലും പറവകളിലും ഈഴജന്തുക്കളിലും ഒക്കെ അത് നമ്മൾ കാണും. ഇതുപോലെ മരങ്ങളിൽ വരെ ഈ ഇണയും തുണയുമുണ്ട്. ഒരു തെങ്ങ് കുലച്ച് പുറത്തു ചാടിയാൽ അതിന്റെ പൂക്കുലയിൽ ആൺപൂക്കളുമുണ്ട്, പെൺപൂക്കളും. ആൺപൂവിന്റെ പൊടി പെൺപൂവിൽ എത്തുമ്പോഴാണ് അത് തേങ്ങയായി മാറുന്നത്. തക്കാളിയും വെണ്ടയും മത്തനും എല്ലാം ഉണ്ടാകുന്നത് ഈ ഇണയും തുണയും ചേർന്നുകൊണ്ടാണ്. ഭൂമിയിൽ ഇങ്ങനെ ഒരു പ്രതിഭാസത്തെ അല്ലാഹു സംവിധാനിച്ചതിന്റെ പിന്നിൽ എന്താണ് രഹസ്യമെന്ന് നമ്മൾ ചിന്തിക്കണം. മനുഷ്യരൊഴികെയുള്ള മുഴുവൻ ജീവജാലങ്ങളെ, അചേതന വസ്തുക്കളെയും ആണും പെണ്ണുമായി പടച്ചതിന്റെ, കുടുംബമായി സൃഷ്ടിച്ചതിന്റെ പിന്നിലുള്ള ഏക ലക്ഷ്യം അല്ലാഹു ഉദ്ദേശിച്ച കാലം വരെ അവയുടെ സന്താന പരമ്പരയെ ഇവിടെ നിലനിർത്തുക എന്നുള്ളത്. നമ്മുടെ തീന്മേശയിൽ കോഴി മാംസം വേണം. അതുകൊണ്ട് കോഴികൾ കുറ്റിയേറ്റു പോകാൻ പാടില്ല. അവരുടെ സന്താന പരമ്പര നിലനിർത്താൻ വേണ്ടി അല്ലാഹു സംവിധാനിച്ച ഒരാസൂത്രിത സംവിധാനമാണ് അവയിൽ ആണും പെണ്ണും സൃഷ്ടിക്കപ്പെട്ടത്. ആടും ഇതര ഭക്ഷ്യവസ്തുക്കളുമൊക്കെ ഇവിടെ ആവശ്യമുണ്ട്. അതിന്റെ പരമ്പര നിലനിർത്താനുള്ള വ്യവസ്ഥാപിതമായ പ്രജനനത്തിനുള്ള മാർഗമാണ് ഈ രീതിയിൽ ആണും പെണ്ണുമായി പടക്കപ്പെട്ടതിലൂടെ അല്ലാഹു സാക്ഷാത്കരിച്ചു തരുന്നത്. എന്നാൽ മനുഷ്യരായ നമ്മെ എന്തിനു അല്ലാഹു ഇണയും തുണയുമായി സൃഷ്ടിച്ചു? ഇതര ജീവികൾക്കും അചേതന വസ്തുക്കൾക്കും ഒക്കെ ഉള്ള പ്രത്യുൽപാദനം എന്നത് നമുക്കും ഒരു ലക്ഷ്യമാണ്. ഖിയാമത്ത് നാൾ വരെ മനുഷ്യ പരമ്പര ഇവിടെ നിലനിൽക്കണം. അതോടൊപ്പം തന്നെ അവർക്കൊന്നുമില്ലാത്തൊരു പ്രത്യേക ലക്ഷ്യം മനുഷ്യരായ നമ്മെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചതിന്റെ പിന്നിൽ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ. വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട വിഷയമാണ് അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജാ. നിങ്ങൾക്ക് വേണ്ട ഇണകളെ നിങ്ങളെ ശരീരത്തിൽ നിന്ന് തന്നെ അല്ലാഹു സൃഷ്ടിച്ചു തന്നു. ആണിന് അവകാശപ്പെടാം, ഇവിടെയുള്ള മുഴുവൻ സ്ത്രീകളുടെയും പിതാക്കൾ ഞങ്ങൾ പുരുഷന്മാരാണ്. സ്ത്രീകൾക്ക് പറയാം, ഞങ്ങളെ ഭർത്താക്കന്മാരുൾപ്പെടെയുള്ള മുഴുവൻ പുരുഷന്മാരെയും ഞങ്ങൾ സ്ത്രീകൾ പ്രസവിച്ചവരാണ്. ആണിന് വേണ്ട ഇണയെയും പെണ്ണിന് വേണ്ട ഇണയെയും അവരിൽ നിന്നു തന്നെ അല്ലാഹു സൃഷ്ടിച്ചു തന്നു. എന്തിനു വേണ്ടി ഈ ഇണയെയും തുണയെയും പടച്ചു? അല്ലാഹു പറയുന്നു, ലിതസ്കുനൂ ഇലൈഹാ. ആ ഇണയിലേക്ക് നിങ്ങൾ ശാന്തി തേടി ചെല്ലാൻ വേണ്ടിയാണ്, സമാധാനം തേടി ചെല്ലാൻ വേണ്ടിയാണ്. അപ്പോൾ മനുഷ്യരെ കുടുംബമായി സൃഷ്ടിക്കപ്പെട്ടതിന്റെ വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ ഇതര ജീവികൾക്ക് ഇല്ലാത്ത ലക്ഷ്യം സമാധാനവും സ്വസ്ഥതയും സന്തോഷവുമാണ്. ഇത് എന്തുകൊണ്ട് ഇതര ജീവികൾക്ക് അല്ലാഹു പറഞ്ഞില്ല? പറയാതിരിക്കാൻ കാരണം അവരൊക്കെ എപ്പോഴും സമാധാനത്തോടെ കഴിയുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അശാന്തി, അസ്വസ്ഥത എന്നൊന്നുമില്ല. എന്താണ് കാരണം? അവരെല്ലാം സ്വതന്ത്രരായി ജീവിക്കുകയാണ്. അവരുടെ ജീവിതത്തിന് നിയമക്കുരുക്കുകളോ വിലക്കുകളോ നിയമങ്ങളോ നിർദ്ദേശങ്ങളോ ഇല്ല. ഒരു കാക്കക്ക് കൂടുകെട്ടണമെങ്കിൽ ആ കൂടുകെട്ടാൻ ഉപയോഗപ്പെടുത്തുന്ന തെങ്ങ് കാക്ക വില കൊടുത്ത് വാങ്ങിയതാകണമെന്നില്ല.
ഒരു മനുഷ്യൻ ഒരു രാത്രി അന്തി ഉറങ്ങണമെങ്കിൽ ഏതെങ്കിലും പീഡികത്തിണ്ണയിലോ അന്യന്റെ ഓലായിലോ കയറി നമുക്ക് ഉറങ്ങാൻ പാടില്ല. മനുഷ്യർക്ക്